Hi guys, welcome back to our channel. So ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഒരു ട്രെയിലറാണ്. സ്റ്റാർ എന്നാണ് സിനിമയുടെ പേര്. തമിഴ് മൂവിയാണ്. ഇതിന്റെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് ഇലൻ എന്നാണോ അറിയില്ല. ഇലൻ, അതെ. എന്നെ അഭിനയിച്ചുള്ളത് കാവിൻ എന്നാണ് പേര്. ഒരു ദാദൊക്കെ ഓർമ്മയുണ്ട് സിനിമ, ഒരു കുട്ടീനെ അത് കണ്ടിട്ടില്ല. അതിന്റെ ഇതാണ് പുള്ളി. അതെ അതെ, കാവിൻ. ഇതാണ് കാവിൻ. ദാദയില് ഇവനായിരുന്നു. അതായത് ദാദയില് കാവിനായിരുന്നു. യെസ്. അപ്പോൾ പുള്ളിയാണ് ഇതിൽ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ശങ്കരാജിയാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളതൊക്കെ. അപ്പോൾ ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ട്രെയിലർ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പൊ കണ്ടു നോക്കാം. ഒരു നടികൻ അവർ നടിக்கிற திறமையால എന്നെ വേണാലും മറக்க வைக்க முடியும். என்ன பாரதியாருக்கு மீசையை காணோம்? நீ நடிக்கிற நடிப்புல பாக்குறவங்க பூரா ஓ மீசைய மறந்துடணும். நீ மட்டும் ஓ மீசைய மறைச்சிட்ட, நீ ஜெயிச்சுக்கடா. பயங்கரமா ரெடி பண்ணிருக்கீங்களே. திருவழி பாதையில் காத்திருந்தேன், இந்த தாமதம் ஏனோ நிலவே. தலையணி தூக்கத்தை நான் தொலைத்தேன், என் கண்களில் இல்லை கனவே. நான் உன்னை விட்டுட்டு போயிருக்க கூடாது. இந்த உலகத்திலேயே எனக்கு ரொம்ப பிடிச்சது நீ மட்டும்தான். நீ இல்லாம நான் எப்படி... நெக்ஸ்ட். நீ உடனே வேலைக்கு போய் இதெல்லாம் எங்களுக்கு செய்யின்னு சொல்லல. நிலையான வருமானம் இல்லாம நாங்க கஷ்டப்படுற மாதிரி நீ கஷ்டப்படக்கூடாதுன்னு தான் சொல்றேன். நீ கத்துக்கிறது கூட காசு தேவையா இருக்குல்ல சார். தகுதிக்கு மீறி ஆசைப்பட்டுட்டோமோன்னு தோணுது சார். இன்னும் ஒரே ஒரு சான்ஸ் மட்டும் கொடுங்க சார். நான் நல்லா பண்ணுவேன் சார். எல்லாரும் முன்னாடியும் அசிங்கமா அடிச்சுப்பா. மீரா ஏன்டா உன்னை விட்டு போனா? சொல்றா, ஏன் விட்டு போனா? அவனுக்கு என்ன பிடிக்கலடா. நான் ஒண்ணுமே இல்லாதவன் என்ன விட்டுட்டு போயிட்டான். என்கிட்ட காசு இல்லப்பா. காசு இல்லை சார். காசு இருக்குமா? நம்ம எல்லாரையும் ஏதோ ஒண்ணு பிடிச்சு இழுக்கத்தான் செய்யும். நாம தான் அதை உதைச்சு தள்ளிட்டு மேல வரணும். இந்த மூஞ்ச வச்சுக்கிட்டு எப்படி நடிப்பான்னு தானே கேட்டேன். நான் நடிச்சு காட்டுறேன்டா. வாத்தா இந்த மூஞ்ச நீங்க பாப்பீங்கடா. வாழ்க்கையில நான் ஜெயிக்கிற வரைக்கும் எனக்கு யாரும் வேண்டாம்ப்பா. வயது முதிர்ந்த போதிலும், வலிகள் மிகுந்த போதிலும், வலிமை குறைந்த போதிலும், வீரன் வாழ்த்தரிப்பதை நிறுத்துவதில்லை. ഒരു രക്ഷയില്ലാത്ത ട്രെയിലർ. ഭയങ്കര ഇമോഷണലാണ്. ഭയങ്കര എന്താ പറയാ, ഇന്റൻസ് ആയിട്ടുള്ള ഡ്രാമ എന്ന് തോന്നുന്നു. ഭയങ്കര രക്ഷയില്ലാത്ത ട്രെയിലർ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ കാവിൻ എന്നുള്ള പേര്. പുള്ളി എനിക്ക് അടുത്തൊരു സൂപ്പർ സ്റ്റാർ ആവാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ തമിഴ്നാട്ടില്. ആദ്യത്തെ ഞാൻ ഇപ്പഴും ശ്രദ്ധിക്കുന്ന പുള്ളിയുടെ. എനിക്ക് ദാദയൊക്കെ ഉണ്ട്, പക്ഷെ ദാദയെ കണ്ടിട്ടില്ല. എനിക്ക് വല്ല ഐഡിയ ഇല്ല. ദാദ ഹിറ്റായിരുന്നു. ദാദ നല്ല മൂവി, നല്ല ഹിറ്റായിരുന്നു. അപ്പൊ പുള്ളി, പക്ഷെ ഞാൻ ഇത്രയും റേഞ്ചുള്ള ഒരു ആക്ടർ എനിക്ക് അറിയില്ലായിരുന്നു. ട്രെയിലർ കണ്ടിട്ട് ഞെട്ടിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ സാധനമായി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അടിപൊളി ട്രെയിലർ. ലാലു നല്ല റോളാണ് ചെയ്തിട്ടുള്ളത്. അച്ഛന്റെ റോളാണ്. ഇപ്പൊ കഥ എനിക്ക് തോന്നുന്നത് സ്റ്റാർ ആവാൻ വേണ്ടിയുള്ള ഒരു ജേർണിയാണ് പുള്ളിയുടെ. അതിന് ആയില്ലെന്നൊന്നും മനസ്സിലാവണില്ല. ട്രെയിലറിൽ അവസാനം ആവുമോ, സ്റ്റാർ ആവുന്നുണ്ടോ, അതിന് വേറെ എന്തെങ്കിലും ഫെയിലിയർ ആയി പോവാണോ ഒന്നും മനസ്സിലാവണില്ല. പല പല ഗെറ്റപ്പ് ഉണ്ട്. പല ഗെറ്റപ്പ് ചേഞ്ചസ് കാണിക്കുന്നുണ്ട് പുള്ളിയുടെ. ഇത് മറ്റേ മുടി പറ്റവട്ടിയുള്ള കാണിക്കുന്നുണ്ട്, മുടി വത്തിയുള്ള കാണിക്കുന്നുണ്ട്. പല പല സ്റ്റേജസ് കാണിക്കുന്നുണ്ട്. രണ്ട് നായികമാരുണ്ട് തോന്നുന്നു. വിട്ടുപോകുന്നു തോന്നുന്നു. അതിനുശേഷം വേറെ ഒരാളും കൂടി ഉണ്ടെന്ന്. അങ്ങനെ മൊത്തത്തിലൊരു ജേർണിയാണ്. എനിക്ക് തോന്നുന്നത് കെവിൻ, പുള്ളി ക്യാരക്ടറിന്റെ പേര് അറിയില്ല. എന്തായാലും പുള്ളിയുടെ ഒരു ജേർണിയാണ് കാണിക്കുന്നത്. സ്റ്റാർ ആവാൻ വേണ്ടി
കഷ്ടപ്പെടുന്ന ഒരു ആളുടെ ജീവിതമാണ്. അതെ, ഫിലിം ഫീൽഡിൽ വരാനുള്ള ഒരു കഷ്ടപ്പാടും സ്ട്രഗിൾസും പിന്നെ ഒരു ഹീറോ ആയിട്ട് വരാനൊക്കെ കഷ്ടപ്പാടിലൊക്കെ അറിയുന്നത്. അപ്പൊ അതിന്റെ വെച്ചുള്ള സിനിമയാണ്. എന്തായാലും ട്രെയിലർ നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ റേഞ്ച് വേറെയാണ് കെവിന്റെ. അപ്പൊ ഇനി എല്ലാം നോക്കി കാണേണ്ടിയിരിക്കുന്നു ഇങ്ങനെ സിനിമകൾ എന്താന്നുള്ളതൊക്കെ. എന്തായാലും കൊള്ളാം, ട്രെയിലർ നന്നായിട്ടുണ്ട്. അപ്പൊ സിനിമയും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും കൊള്ളാം. എന്തായാലും ഇപ്പോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും നന്നായിട്ടുണ്ട്. അപ്പോൾ വെയിറ്റിംഗ് ആണ് ഈ സിനിമ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത സിംഗിൾസ് ഇങ്ങനെ അറിയില്ല, ഒരു പാട്ടുകളൊക്കെ അറിയിട്ടുണ്ടോന്നും അറിയില്ല. യുവൻ ശങ്കർ രാജയാണ് പാട്ടില്ല. അപ്പൊ പാട്ടിന്റെ ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിന്റെ ഫുൾ സിംഗിൾസ് ഒക്കെ ഇറങ്ങുമായിരിക്കും. അതെ, ഇനി വന്നിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ, ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഓക്കെ, കൊള്ളാം. എന്തായാലും അപ്പൊ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.